ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇത് എങ്ങനെ അറിയും? ഇന്ന് ഫ്രാൻസിസ് സേവ്യറുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. പ്രത്യേകിച്ച് ഫ്രാൻസിസ് നാമധാരികൾക്ക് നാമഹേതുക തിരുനാളിൻ്റെ പ്രാർത്ഥന ആശംസകളും നേരുകയാണ്. ദൈവവചനത്തിൽ വിശ്വസിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല എങ്കിൽ എനിക്ക് ശിക്ഷ ലഭിക്കുമെന്ന് കൃത്യമായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. സക്രിയയ്ക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. ദൈവം അരുളി ചെയ്തത് വിശ്വസിക്കുവാനായിട്ട് അവന് സാധിക്കാതെ വന്നപ്പോൾ ദൈവം അവനെ ശിക്ഷിക്കുന്നു. ഇതാണ് വചനത്തിൽ വിശ്വാസമുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് എനിക്ക് ഈ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ കുറയുമ്പോൾ എനിക്ക് ശിക്ഷാവിധി ലഭിക്കുമെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം വാക്കുകളിൽ വിശ്വസ്തനായ ഒരു ദൈവമാണ് എനിക്കുള്ളത്. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നിറവേറ്റും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത് അല്ലേ, ഈ വചനത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറ്റാനായിട്ട് ആർക്കും അനുവാദമില്ല. അതെൻ്റെ ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം ഓരോന്നും ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിറവേറുമെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അവനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് അവൻ പാലിക്കും. പലപ്പോഴും നമുക്ക് ഈ ഒരു വിശ്വാസം ഇല്ല. ദൈവവചനത്തിൽ വിശ്വാസം കുറഞ്ഞു. അതുകൊണ്ടാണ് വചനം വായിക്കാനായിട്ടോ ആ വചനത്തിൽ അടിസ്ഥാനമിട്ട് ജീവിതം നയിക്കുവാനായിട്ടോ പലപ്പോഴും നമുക്ക് സാധിക്കും. കാരണം വിശ്വാസമില്ലാതെ പോവുക. വിശ്വാസമില്ലാതെ വചനം വായിച്ചാൽ, അവിശ്വസിച്ചാൽ, സ്നേഹമുള്ളവരെ, ശിക്ഷാവിധി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുമെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. അതുകൊണ്ടാണ് പലപ്പോഴും പല സഹനങ്ങളും വേദനകളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒന്ന് തിരിച്ചറിയേ, എൻ്റെ ജീവിതത്തിൽ അവൻ്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് എനിക്ക് സാധിക്കും. അവൻ്റെ വചനത്തിൽ വിശ്വസിച്ചാൽ സഹനവും വേദനയും ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ ഈ സഹനങ്ങളിലും ഈ വേദനകളിലും ഒരിക്കലും എൻ്റെ സമാധാനമോ എൻ്റെ സന്തോഷമോ നഷ്ടപ്പെട്ടു പോകത്തില്ല. അത് എപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ടാവും. ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെ. പക്ഷെ സമാധാനമില്ല. ഇത് വലിയൊരു പ്രശ്നമാണ് കേട്ടോ. പലരും വന്ന് ഏറ്റവും ആദ്യം പറയുന്ന കാര്യം സമാധാനത്തോടുകൂടി സ്വസ്ഥമായിട്ട് സന്തോഷത്തോടുകൂടി ഒന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇത് വലിയൊരു വെല്ലുവിളിയാണ്. ഈ സമാധാനം, ഈ സന്തോഷം എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കണമെങ്കിൽ അവൻ്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് പറ്റണം. തൻ്റെ മകൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തി അവൻ വാക്ക് പാലിച്ചവനാ. നമ്മെ രക്ഷിക്കാനായിട്ട് അവൻ പറഞ്ഞ വാക്ക്, രക്ഷകനെ അയക്കും എന്ന വാക്ക് പൂർണ്ണമായിട്ട് നിറവേറ്റി തൻ്റെ മകൻ്റെ അവസാന തുള്ളി രക്തം വരെ അവൻ ചിന്തി. അത്രയേറെ വാക്കുകളിൽ വിശ്വസ്തനായ ഒരു ദൈവമാണ് എനിക്കുള്ളത്. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് ദൈവവചനത്തിൽ കണ്ണും പൂട്ടി പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട്, അവൻ പറയുന്നതനുസരിച്ച് ജീവിക്കുവാനായിട്ട്, വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട്, വചനം കൂടുതൽ വായിച്ച് ആ വചനമനുസരിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.